ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു തെറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയൊരു വ്യക്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വളരെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, അവരുടെ ഒരു എനർജി ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് എന്നുള്ളത് നോക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പൊളിറ്റിക്സ്, ഓർഡിനറിനെസ്, ഫൈറ്റിംഗ്, കണ്ടീഷനിങ്, ഗൈഡൻസ്, അഡ്വഞ്ചർ, past lives, healing, thunderbolt, aloneness, the fool energy, dream, playfulness, new vision, change, innocence, totality, maturity. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് വി ആർ ദ വേൾഡ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ കാണുന്നവരായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കാണുന്ന വ്യക്തികളായിരിക്കാം, ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഡെയിലി കാണുന്നവരുണ്ടായിരിക്കും, ഇനിയിപ്പോൾ അല്ല സോഷ്യൽ മീഡിയയിലൂടെ പോലും കാണുന്നവരുണ്ടായിരിക്കും മേ ബി. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവരെ കാണുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതകൾ കൂടുതൽ. കാരണം ഇവർ പുറമേ കാണിക്കുന്ന ഇവരുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് കാര്യങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷകരമായിട്ട് നടക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖം എന്ന് പറയുന്നത് അത് ഇതിന്റെ പുറകിലുണ്ട്. കാരണം ഒന്നെന്ന് പറയുന്നത് ഇവർ രണ്ട് മുഖമുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അതിപ്പോ ഏത് സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും അവർ പുറമേ കാണിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഉള്ളിലേത്. അത് തന്നെയായിരിക്കാം അവർ നിങ്ങളോട് കാണിച്ചിരിക്കുന്നത്. നിങ്ങളോട് വലിയ രീതിക്ക് ഒരു ചതി നടത്തിയ വ്യക്തികൾ തന്നെയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന സ്പ്രെഡും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളെ വേദനിപ്പിച്ച് പോയവരുടെ ഒരു എനർജിയാണ് നോക്കുന്നത്. ഇപ്പൊ അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് ഒരു കുറ്റബോധമോ കാര്യങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിയാ ഇവര് മറ്റൊരു മുഖം അണിഞ്ഞ് നിങ്ങളെ ഒരു സ്നേക്ക് പോലെ കൊത്തിയിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. അവരുടെ മനസ്സ് കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ലൈഫിൽ തന്നെ എല്ലാ രീതിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവാനായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കണ്ണ് നിറയിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണ് നനയിച്ച് വേദനിപ്പിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ആഴങ്ങളിലേക്ക്, അത്രത്തോളം ഒരു വേദന നിറഞ്ഞ ഒരു കിണറ്റിലേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തള്ളിയിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ വലിയ രീതിക്ക് ഒരു തകർച്ച, ഇത് കർമ്മ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഭയങ്കരമായ ഒരു തകർച്ച നേരിട്ടിട്ടുണ്ട്. ഇവര് ഭയങ്കരമായിട്ടൊരു അഹംഭാവം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു അഹംഭാവത്തിൻ്റെതായ വേരുകൾക്കെല്ലാം ബലം കുറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അവര് ഭയങ്കര പൂത്തുലഞ്ഞു നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു അടിവേരുകൾക്ക്
ഇളക്കം സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ആ ഒരു പച്ചയായ മനുഷ്യന്റേതായ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചപ്പാടുകളെല്ലാം മാറുന്നുണ്ട്. ഇപ്പൊ ആർക്കോ വേണ്ടി തുള്ളിക്കളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ മറ്റാരുടെയൊക്കെയോ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോമാളിയെ പോലെയായി മാറിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആരും പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് ഗൗനിക്കാതെ അവരുടേതായ ഭയങ്കരമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മാത്രം പോയിക്കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാഹചര്യം കൊണ്ട് ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്കൊക്കെ മനസ്സായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് അവർ മറച്ചു വെക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഇതെല്ലാം കാണിച്ചു കഴിയുവാണെന്നുണ്ടെങ്കിൽ അത് മുഖേന നിങ്ങളുടെ മുന്നിൽ ഇവർ ഒന്നും അല്ലാതെയായി പോകുമല്ലോ. അത്രയും വേദനിപ്പിച്ചു പോയ വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർ ഒന്നും അല്ലാതെയായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കോംപ്ലക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. കുറച്ചധികം ഒരു ഈഗോയൊക്കെ ഉള്ള പേഴ്സണാലിറ്റി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്നാൽ ഇവരിപ്പോ കടന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ വളരെയധികം അഡ്വഞ്ചർ ആണ്, സാഹസികപരമായ ഒരു യാത്ര. അപ്പൊ ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇവർ ഏത് സാഹചര്യത്തിലേക്കാണോ മാറിപ്പോയത് ആ ഒരു സാഹചര്യത്തിൽ അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു പോക്കല്ല. അവിടെ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്താ പോകുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി നിങ്ങളെ വേദനിപ്പിച്ച് പോയവരുണ്ടായിരിക്കാം. ഫാമിലിക്ക് വാല്യൂ നൽകി പോയവരുണ്ടായിരിക്കാം. മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയവരുണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ ആ പാസ്റ്റിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്. ഇപ്പൊ നിൽക്കുന്ന സാഹചര്യങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ ആ ഒരു കഴിഞ്ഞു പോയ നാളുകളെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ പുറമെ അതൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും പച്ചയായ ആ ഒരു രീതിയിലേക്ക്, എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞു തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നോ മറ്റ് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകിയിട്ടുണ്ടായിരിക്കും. അത് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടും ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാനസികപരമായ നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് ഇവർ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നോക്കി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ സ്വയം ഹീൽ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. അവരവരുടെ ആ ഒരു ഹേർട്ട് ചക്രാസ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് അടച്ചു വെച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വയം ഹീൽ ആകുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഒരു ഒറ്റപ്പെടലാണ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴേക്കും അവർക്കൊരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സന്തോഷകരമായ ഒരു അവസ്ഥയല്ല, ഒരു സന്യാസകരമായ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ്. ഒരു പ്രകാശം, തന്റെ ജീവിതത്തിൽ തന്നെ തനിക്കൊരു പ്രകാശം തേടിയുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കളിതമാശ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സിന് വാല്യൂ നൽകാതെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ഒരു മെച്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും കാര്യങ്ങളെ കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഴിവൊക്കെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവരിൽ ഒരു ഹീലിംഗ് നടക്കുന്നത് കൊണ്ടിട്ടും വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായ ഒരു സ്നേഹം ഇവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. ഇനി അല്ല, ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വേദനയൊക്കെ തന്നു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ റീഡിംഗ് കാണുന്നുണ്ടെങ്കിലും റീഡിംഗിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമായിരിക്കും. ഇനി എന്ത് വന്നാലും ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊരു മെന്റാലിറ്റിയിലും റീഡിംഗ് കാണുന്നവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇവരുടെ മാനിഫെസ്റ്റേഷൻ അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിട്ടാണ് ബാധിക്കുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കാതെ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ബ്ലാക്ക് മാജിക് എനർജി ആയിട്ടാണ് നിങ്ങളിലേക്ക് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്ക് നിങ്ങൾ ആക്കം കൂട്ടുക അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ട്ടോ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തിരിച്ചുവരവ് ഇവിടെ കാണിക്കുന്നുണ്ട്, ന്യൂ ബിഗിനിങ്. അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു എന്താ പറയാ നിലപാട് അവരെ അറിയിക്കുക. ഇനി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതുമാണ്. കാരണം ഇവർ എന്തായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ആഗ്രഹം, അതോടൊപ്പം ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ടോട്ടാലിറ്റി ആണ്. വീണ്ടും ഒരു ഒന്നുചേരൽ.
കാരണം ഒരു സമയം എനിക്ക് എൻ്റെ ലൈഫ്, നിനക്ക് നിന്റെ ലൈഫ് എന്നുള്ള ഭയങ്കരമായ ഒരു ധാർഷ്ട്യത്തോടു കൂടിയൊക്കെ ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ തന്നെ നേരിടുന്ന പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം വന്നിരിക്കുന്ന തകർച്ച, എല്ലാ രീതിക്കും ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കെട്ടടങ്ങി പോവുക, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം തന്നെ, അവർക്കൊരു ഭയങ്കരമായ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആയിരിക്കും, അവർക്ക് ഒരിക്കലും അവരുടെ തീരുമാനങ്ങൾ തെറ്റില്ല, അങ്ങനെയൊക്കെ ഭയങ്കരമായ ഒരു കോംപ്ലക്സ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഹങ്കാരത്തിന്റെയൊക്കെ ശിഖരങ്ങൾ ഇവിടെ അടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇവരെ ഇപ്പോ വി ആർ ദ വേൾഡ് എന്നുള്ള രീതിക്ക് ചിന്തിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ ലോകം, നിനക്ക് നിന്റെ ലോകം എന്നുള്ളതല്ല, നമുക്ക് നമ്മളുടെ ലോകം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിലേക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ മാത്രം തോന്നിയിട്ട് കാര്യമില്ല, ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ നിരന്തരമായിട്ട് നിങ്ങളെ ഡ്രീം ചെയ്യുകയും അവരുടെ എനർജിയിലേക്ക് ഇപ്പോൾ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇതൊന്നും ഇവർ ചിലപ്പോൾ പുറമേ കാണിക്കുന്നുണ്ടാവില്ല. പുറമേ കാണിക്കാതിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ കൊച്ചാക്കി കണ്ടാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇവർ ഒന്നും അല്ലാതെയായി പോയാലോ എന്നുള്ള അവിടെ ഒരു കോംപ്ലക്സ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവർ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഇവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നത്. കാരണം അവരിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. കാരണം അവർ ഫ്രീസ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധവും. നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെയധികം ഒരു ഫ്രീസ് ആണ്, ഒരു ഐസൊലേറ്റഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു റീയൂണിയൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ വല്ലാത്തൊരു ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇവര് നിങ്ങളിലേക്ക് ഒരു കോംപ്രമൈസ് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മനസ്സ് ആ ഒരു രീതിയിലേക്ക്, ആ ഒരു പച്ചയായ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി തുടങ്ങിയിരിക്കുന്ന സമയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു ക്ഷമാപണം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നടത്താനായിട്ട് ഇവർ തയ്യാറാവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അവർ നിങ്ങളെ ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയണം. അല്ലെങ്കിൽ അവർ വന്നാൽ നിങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളത് അവർക്ക് അറിയണം. അതൊക്കെ മനസ്സിലാക്കാനാണ് ഇവിടെ സ്പൈ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയൊക്കെ വളരെ നല്ല രീതിക്ക് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീവ്രത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അവരിൽ ഭയങ്കരമായ ഒരു കുറ്റബോധം തലപൊക്കുന്നുണ്ട്. കുറ്റബോധം വരുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ ഇമോഷൻസിനെ. എന്ന് വെച്ചാൽ പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് മൂഡിലേക്ക് കൊണ്ടുപോവാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കരമായിട്ടൊരു ടൈം ടേബിൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ അവരുടേതായ പാറ്റേണിലൂടെ മുന്നോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു തെറ്റ് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അത് മൊത്തത്തിൽ ബാധിക്കും. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ പ്രശ്നവും. അവർ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ള രീതിക്ക് സ്വയമേ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയവരാണ്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് സ്വയമേ ഉൾക്കൊള്ളാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് അത് കാണിക്കുന്ന കാര്യത്തിൽ അത് അവർ പെട്ടെന്നൊന്നും കാണിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു രീതിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവരെന്തായാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വീണ്ടും ഒരു കണക്ഷൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ എന്തൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, കഴിഞ്ഞു പോയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലോ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇനിയും മുന്നോട്ടേക്ക് വയ്യ, അതാണ് ഇവരുടെ അവസ്ഥ. മാത്രമല്ല ഇവര് വളരെയധികം ഒരു എന്താ പറയാ എനർജി ഒക്കെ ലോ ആയി, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഒറ്റപ്പെടലുകള്, വേദനകള് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതിന്റെ ഒരു ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അതേ തീവ്രതയോട് കൂടി ഇവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അവരിപ്പോ മൊത്തത്തില് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ജെന്യുവിനിറ്റിയിലേക്ക് മാറുന്നുണ്ട്. ഒരു ജെന്യുവൻ ആയിട്ടുള്ള രീതിയിലേക്ക് മനസ്സൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചതിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചതി എന്ന് പറയുമ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വാല്യൂ നൽകി നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകും വഴി നിങ്ങളെ ഉന്തിയിട്ടിട്ട് പോവുക, അതൊരു വലിയ ചതി തന്നെയാണ്. അത്രയും വലിയൊരു വേദന നിങ്ങൾക്ക് തരാൻ മാത്രം ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ പോയവരാണെങ്കിൽ പോലും അവരിലൊരു കുറ്റബോധമാണ് ഇവിടെ തോന്നുന്നത്.
അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ഏറ്റുപറച്ചിലുകൾ നടത്താനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം മനസ്സിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചിന്താഗതികൾക്ക് മാത്രമല്ല. ഇവിടെ ന്യൂ വിഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതികളുടെ മാറ്റമാണ്. പക്ഷെ ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ മാനസികപരമായ മാറ്റമാണ്. അപ്പൊ രണ്ട് രീതിയിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല സ്വയമേ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ള ആഗ്രഹവും ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് കണക്ട് ആകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നന്മയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിശ്വാസവും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ഇമോഷൻസ് സറണ്ടർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അതാണ് നിങ്ങൾക്ക് ഈ കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയ, നിങ്ങളെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥകള് കാര്യങ്ങളും അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളും പാസ്റ്റ് ലീവ്സിലും ഡ്രീമിലും തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വി ആർ ദ വേൾഡ് ഒക്കെ വരുമ്പോൾ അവർ വീണ്ടും പഴയ കാലത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ ഒരു ഗൈഡൻസിനായിട്ടുള്ള അലച്ചിലാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നൊരു മനസ്സിലാക്കൽ വന്നിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സ്ട്രഗിളിങ്സ് എന്ന് പറയുന്നത് സ്വയമേ ഏറ്റുവാങ്ങിയതാണ് എന്നുള്ള ഒരു ചിന്തകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നീതിപൂർവമായ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ഗൈഡൻസ് അന്വേഷിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് യൂണിവേഴ്സിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സന്റേത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എന്താണ്, അതായത് നിങ്ങൾ ഈ ഭയങ്കരമായ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Ask for help from others. The situation will improve. Abundance. Forgiveness. Get more information. Romance. Within the next few months, you are ready. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന സക്സസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു നീതി ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന, ആ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും ആളുകൾ ഉണ്ടാകും. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻഫുൾ ആയ സിറ്റുവേഷൻ അതെന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇംപ്രൂവ് ആകും, മാറ്റങ്ങൾ വരും. കാരണം ഫോർഗീവ്നെസ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേദനിപ്പിച്ച് അവഗണിച്ച് മാറിപ്പോയിരിക്കുന്നത്, അവര് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഫോർഗീവ്നെസ് നടത്തി കടന്നു വരാൻ സാധ്യതകളുണ്ട്. ഒരു ക്ഷമാപണം നടത്തി അവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ. അതിൻ്റെതായ വിവരങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇൻഫോർമേഷൻ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നെത്തും. എന്ന് വെച്ചാൽ അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് മുന്നോട്ടേക്ക് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ എനർജിയിൽ തന്നെ വേരിയേഷൻസ് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എത്ര വേദനകളിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഒരു വേദനകളൊക്കെ മാറുക, നിങ്ങൾക്ക് തന്നെ ഒരു എനർജി വേരിയേഷൻസ് അനുഭവപ്പെടാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു മറ്റൊരു മുഖം അണിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ചേസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ഹിന്റ് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക. തയ്യാറെടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ എന്തിനും തയ്യാറെടുത്ത് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടായിരിക്കും. ഒരു ക്ലാരിറ്റി, ആ ഒരു ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതകളുണ്ട്. റൊമാൻസ് ആണ്. ആ ഒരു പ്രണയം വീണ്ടും ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, ആ ഒരു റിയൂണിയന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്.
അപ്പൊ നിങ്ങൾ ഇതുവരെ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ഇരിക്കുക. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നൽകും. നിങ്ങളുടെ മനസ്സിന് തണുപ്പേറുന്ന ഒരു വാർത്ത അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതകളുണ്ട്. സക്സസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സക്സസ്, ആ ഒരു സമൃദ്ധി, ആ ഒരു ഹാപ്പിനെസ് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വേദനിച്ചിരിക്കേണ്ട വ്യക്തികളല്ല എന്നുള്ളതാ പറയുന്നത്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിനാണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വേദനിച്ചിരിക്കേണ്ടതായിട്ട് വരില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇംപ്രൂവ് ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് റീഡിങ്സും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ റിയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ റിയൂണിയൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അർഹമായിട്ടുള്ള രീതിയിലുള്ള നീതി നൽകിക്കൊണ്ട് തന്നെയാണ് ഇവർ വരുന്നത്. കാരണം ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് അർഹരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാര്യങ്ങൾ. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഡി എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, UA വന്നിട്ടുണ്ട്. 38, 37, ബി എന്നൊരു ലെറ്റർ, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 44, പൈസസ്, R എന്നൊരു ലെറ്റർ, നവംബർ മന്ത്, ഉത്രം എന്നൊരു സ്റ്റാർ, ജൂലൈ, രേവതി, നവംബർ എഗെയിൻ വന്നിട്ടുണ്ട്. ഏപ്രിൽ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 31, തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പൂരം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.